അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് നമ്മൾ ഈ കാണുന്നത് റാമാണ്. റാം ക്ലീൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, റബ്ബർ വെച്ച് ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ ഇത് റബ്ബർ വെച്ച് ക്ലീൻ ചെയ്തിട്ടും ക്ലിയർ ആവാത്ത ഒരു റാമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നമ്മൾക്ക് ശരിയാക്കി എടുക്കാൻ നോക്കാം. ഇത് നമ്മൾ പി സിയിലിട്ടപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണാം, അതിൻ്റെ കണക്ടറിൻ്റെ ആ പോർഷനിൽ, അതായത് ആ ഗോൾഡൻ കോണ്ടാക്റ്റ് വരുന്ന സ്ഥലത്തെല്ലാം നല്ലതായിട്ട് അത്യാവശ്യം നല്ല ഡാമേജ് പോലെയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കാറിൻ്റെ പോളിഷ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് കുറച്ച് ഈ പോർഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അത് പ്രോപ്പറായിട്ട് ഇങ്ങനെ എല്ലായിടത്തും നോക്കിയതിന് ശേഷം നൈസ് സാൻഡിങ് പേപ്പർ ഉണ്ടാവും. നൈസ് എന്ന് പറഞ്ഞാൽ തീരെ നൈസ്, അതായത് പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ്, വെള്ളത്തിലൊക്കെ നനച്ച് ഉപയോഗിക്കുന്ന ടൈപ്പ് നമ്മുടെ സാൻഡ് പേപ്പർ ഉണ്ടാവും. തിക്നെസ് കുറഞ്ഞ് ഇതിപ്പോൾ നനച്ച് വെച്ചേക്കുന്നതാണ്, അതുകൊണ്ടാണ് ആ കളർ ചേഞ്ച് കേട്ടോ. നമ്മൾ നനച്ച് വെച്ചതിന് ശേഷം അത് പ്രോപ്പറായിട്ട് ഈ ഡയറക്ഷനിലേക്ക്, അതായത് വൺ ഡയറക്ഷനിലേക്ക് മാത്രം, ഒന്നില്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രോപ്പറായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇൻ്റർ കണക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അമർത്തിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ IP സൊല്യൂഷൻ അടിച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണേ. ഈ കോണ്ടാക്റ്റിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിൽ നിന്നും നമ്മൾ ഉരയ്ക്കുമ്പോൾ വരുന്ന പൊടികളൊന്നുമില്ല, മെറ്റലിൻ്റെ പൊടികളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണിക്കുന്നില്ല എന്നുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് പിടിച്ചത് കേട്ടോ. ഏതെങ്കിലും ഇതേപോലെ പോരാത്ത അഴുക്കുണ്ടെങ്കിൽ ഒന്നും കൂടി ആ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ സാൻഡ് പേപ്പർ ഇട്ടൊന്ന് പിടിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മളിപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് സോഫ്റ്റായിട്ട് തുടയ്ക്കുവാണ് കേട്ടോ. എല്ലാ കോണ്ടാക്റ്റും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ. ഒരു തരി അഴുക്കോ അതുപോലെ തന്നെ ക്ലാവോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മളിത് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ റാം ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.